എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് കേട്ടോ. ചാറ്റിലാമ്പാടം എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഫാമിലിയായിട്ട് ഈവനിങ്ങിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഗിഡ് സ്പോട്ടാണ് കേട്ടത്. തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത് കാവനാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ആദ്യമായിട്ട് ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത്ര നാളായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഫീലൊക്കെ തോന്നുന്നുണ്ടാകും. അടുത്ത സ്പോട്ടിലേക്ക് പോവാം. മെയിൻ സ്പോട്ട് ഇതല്ല കേട്ടോ. ഇതുപോലെ തന്നെ നല്ലൊരു പാടം ഏരിയ അപ്പുറത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കാണുന്ന തോട് പോലത്തെ ചെറിയ വെള്ളം ഒഴുകണ അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ ഇവിടെ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പോകണമെങ്കിലും പോകാട്ടോ. തൽക്കാലം ഞങ്ങൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. വണ്ടി ഇതിൽ കൂടെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ സൂക്ഷിച്ച് ഓടിക്കുക. ചിലപ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഉരുളൻ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ വന്നപ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ രക്ഷയില്ലാത്ത ഫീലാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബ് ഇവിടെ ഈവനിങ് സമയത്ത്. ഈ പാടത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു ഗോശാല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാട്ടോ. ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇത് കാണണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഗിഡ് സ്പോട്ടാണ്. ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയ ഗിഡ് സ്പോട്ടാണ്. ചെറുപ്പത്തിലെ ഈ ചെറിയ തോട്ടിക്കോടെയൊക്കെ വെള്ളം തെറിപ്പിച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ നടക്കാറില്ലേ, അതുപോലൊരു ഫീല്. ഈ ഒരു മല കനകമല കുരിശുമുടിയുടെ ഭാഗത്തിൽ പെട്ടൊരു മലയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോശാല. ഇവിടെ 100-ന് മേലെ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. ഈ ഒരു കൃഷ്ണന്റെ ശില്പം പ്രധാന ആകർഷണമാണ് കേട്ടോ ഇവിടുത്തെ. ഒരു 15 അടിയോളമൊക്കെ പൊക്കുണ്ട് ഈ ശില്പത്തിന്. നമ്മൾ ഗോശാലയിൽ വന്നിട്ട് ഗോക്കളെ കാണാണ്ട് എങ്ങനെ പോവാ? നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വരാട്ടാ.
ഇങ്ങോട്ട് നടന്നു വരുമ്പോഴായിരുന്നു ഒരു അമ്മയും മോനും കൂടിയിട്ട് ഈ ആൾത്തറയ്ക്ക് ചുറ്റും ദീപം തെളിയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. അടുത്ത സൺസെറ്റൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം.